ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മോയ്സ്ചറൈസർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എന്തിനാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ സ്കിന്നിലെ വാട്ടർ കണ്ടന്റ് ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ ഹൈഡ്രേറ്റ് ആയി വെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് അതുവഴി നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ സോഫ്റ്റും അതുപോലെ തന്നെ നല്ല പ്ലംബി ആയിട്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ തൊടുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആക്കി നമ്മുടെ സ്കിൻ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. നമ്മൾ മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖം കഴിവുമല്ലോ, രാവിലെയൊക്കെ എണീറ്റിട്ട് അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ ജസ്റ്റ് ഒന്ന് മുഖം കഴിവുമല്ലോ. അപ്പോൾ മുഖം കഴുകിയിട്ട് ജസ്റ്റ് ആ ഒരു വെള്ളം ഇങ്ങനെ ടവൽ കൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് തുടച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ അത് ലോക്കായിരിക്കാൻ വേണ്ടി നമ്മുടെ മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. ഇനി എന്തൊക്കെ ടൈപ്പ് മോയ്സ്ചറൈസർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ഉണ്ട്, ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ ഓയിൻമെന്റ് ടൈപ്സ് ഉണ്ട്, പിന്നെ ലോഷൻ ബേസ്ഡ് ഉണ്ട്. ഈ ഒരു ഓയിൻമെന്റ് ടൈപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടറൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള മോയ്സ്ചറൈസറാണ് ഓയിൻമെന്റ് ബേസ്ഡ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഈ ഒരു ലോഷൻ ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോഷൻ ബേസ്ഡ് മോയ്സ്ചറൈസർ ഉള്ളത്. നമ്മുടെ നിവയുടെ ഒക്കെ അങ്ങനത്തെ മോയ്സ്ചറൈസർ ലോഷൻ ടൈപ്പ് മോയ്സ്ചറൈസർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് ബോഡി ഫുള്ള് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോഴത്തേന് അത് കുറച്ച് ക്രീമി ടെക്സ്ചർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ലോഷൻ ബേസ്ഡ് ആകുമ്പോൾ നമുക്ക് ബോഡി ഫുൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും ഈ ഒരു ലോഷൻ ബേസ്ഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ്. ഈ ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ കൂടുതലും ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത് വരുന്നത് വെച്ചാൽ ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസർ. നോർമലി ക്രീം ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ് കൂടുതൽ എല്ലാവർക്കും അറിയാന്നുള്ളത് അല്ലേ. ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ നമ്മുടെ പോൺസിന്റെ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ഉണ്ട് കേട്ടോ. അത് ഒരുവിധം നല്ലതാണ്, നല്ല റിവ്യൂസ് ഒക്കെ അതിനെ പറ്റി പറയുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, പക്ഷേ നല്ല റിവ്യൂസ് ഒക്കെയാണ് കേൾക്കുന്നത്. അടുത്ത് ഡ്രൈ സ്കിന്നുകാർക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് ബെറ്റർ. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ തോന്നിയിട്ടുള്ള ഓരോ സ്കിന്നും ബേസ് ചെയ്തിട്ട് മാച്ച് ആവുന്ന മോയ്സ്ചറൈസർ ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾ ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു റിസർച്ച് നടത്തി നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവും എന്ന് നോക്കിയിട്ട് മാത്രമേ മേടിക്കാവൂ കേട്ടോ. നമ്മൾ സ്കിന്നിന് വേണ്ടല്ലേ, അപ്പോൾ ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ ഒപ്പീനിയൻ ബേസ് ചെയ്തിട്ട് എടുക്കരുത്. നമുക്ക് നമ്മുടേതായ ഒരു ധാരണ ഉണ്ടാവണം നമ്മുടെ സ്കിന്നിനെ കുറിച്ച്, നമ്മൾ ഏതൊക്കെ പ്രോഡക്ട്സ് ചൂസ് ചെയ്യണമെന്നൊക്കെ പറ്റും. ഓക്കെ, എനിക്ക് ബെസ്റ്റ് ഓഫ് ഓൾ മോയ്സ്ചറൈസർ എന്ന് തോന്നിയിട്ടുള്ളത് ഈ ഒരു ന്യൂട്രോജനയുടെ ഹൈഡ്രോബൂസ്റ്റ് ഹൈലറോണിക് ആസിഡ് ഫേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിനെ ബെസ്റ്റ് ഓഫ് ഓൾ മോയ്സ്ചറൈസേഴ്സ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇൻറ്റൻസ് ഹൈഡ്രേറ്റിംഗ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വാട്ടർ ലൈക്ക് ടെക്സ്ചർ ആണ് കേട്ടോ. ഇത് റേറ്റ് വന്നിട്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇത് വാങ്ങാൻ പറ്റുന്നവർ മേ ബി ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ന്യൂട്രോജന എനിക്ക് എല്ലാത്തിനും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ആക്നി പ്രോൺ സ്കിൻ ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആക്നി പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് മിനിമലിസ്റ്റിൻ്റെ ഒരു 3% സെബിക്കാം വിത്ത് ഓട്സ് ഫേസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് നല്ലതെന്ന് ഞാൻ പറയാൻ കാരണം ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡ് അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് എന്നിവയാണ്. അങ്ങനെ 2-3 ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ആക്നി കോസിങ് ബാക്ടീരിയയ്ക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ആക്നി പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ളവരൊന്ന് യൂസ് ചെയ്ത് നോക്കൂ, മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് കേട്ടോ. ഇതൊരു നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നും അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ബെസ്റ്റ് ആണ്. ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. വിറ്റമിൻ ഇ അതുപോലെ തന്നെ B3 പിന്നെ അവക്കാഡോ ഓയിൽ അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഈ ഒരു സെറ്റാഫിലിനകത്തുണ്ട്. അപ്പം ഇത് നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉള്ള ഒന്നാണ്. അടുത്തതായിട്ട് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഈ ഒരു റീഇക്വലിൻ്റെ സെറമൈഡ് ആൻഡ് ഹൈലറോണിക് ആസിഡ് ഫേസ് മോയ്സ്ചറൈസർ ആണ്. ഇതിനകത്ത് സെറമൈഡ്സും അതുപോലെ തന്നെ മാംഗോ സീഡ് ബട്ടറൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ സെൽസിനെ ടൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെ സ്ട്രെങ്തേൺ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആൻറ്റി ഏജിങ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് നോക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു റീഇക്വലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ അറിവിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസറാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്കിന്നിൻ്റെ കൺസേൺ നോക്കിയിട്ട് എന്തായാലും മേടിച്ചാൽ മതി. എൻ്റെ ഒരു ഒപ്പീനിയൻ ബേസ് ചെയ്ത് മേടിക്കണം എന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡിസ്ലൈക്ക് ബട്ടൺ എന്തായാലും അമർത്തിക്കോളൂ, പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ.